ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും 4 വീതം കടപ്പാടുകളുണ്ട്. മനസ്സംതൃപ്തിയോടുകൂടെയും മുഖപ്രസന്നതയോടുകൂടെയുമാണ് ആ ബാധ്യതകൾ നിറവേറ്റേണ്ടത്. വല്ല കുറവും വീഴ്ചയും ഉണ്ടെങ്കിൽ കാർക്കശ്യ സ്വഭാവം മാറ്റിവെച്ച് പരസ്പരം സഹകരിച്ച് പൊരുത്തപ്പെട്ട് വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടെ ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറാവേണ്ടതാണ്. ആദ്യമായി ഒരു ഭാര്യയും ഭർത്താവും ചെയ്യാനുള്ളത് പരസ്പരം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇഷ്ടാനിഷ്ടങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുക എന്നതാണ് ഓരോ ഇണയുടെയും, അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും, അവരുടെ ഒന്നാമത്തെ യോഗ്യത. എല്ലാ വിഷയങ്ങളിലും ആ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മണിയറക്കുള്ളിലെ കാര്യത്തിലും അടുക്കളയിലെ കാര്യത്തിലും അതുപോലെ വസ്ത്രധാരണ വിഷയങ്ങളിലും മറ്റു ചെലവുകൾ നേടുന്നതിലും കൊടുക്കുന്നതിലും സ്നേഹം പങ്കിടുന്നതിലും എല്ലാം പരസ്പരം ഇഷ്ടാനിഷ്ടങ്ങൾ തിരിച്ചറിഞ്ഞു വേണം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. ഒരാൾക്ക് തീരെ താല്പര്യവും ഇഷ്ടവുമില്ലാത്ത രീതിയിൽ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. അത് സ്വകാര്യ ജീവിതമാണെങ്കിലും പൊതുജീവിതമാണെങ്കിലും ആ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. ഈ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പരസ്പരം തങ്ങളുടേതായ സ്നേഹത്തിൻ്റെ ഭാഷ ഉപേക്ഷിക്കുന്നത് കൊണ്ടുമാണ് ഈ വർഷം മാത്രം, അതായത് 2025 ഈ കഴിഞ്ഞ 11 മാസത്തിനിടയിൽ മക്കളുള്ളവരും ഇല്ലാത്തവരുമായ ഭർത്തൃമതികളായ പെണ്ണുങ്ങൾ കാമുകന്മാരുടെ കൂടെയും മറ്റും ഒളിച്ചോടിപ്പോയത് 2837 കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. 11 മാസത്തിൻ്റെ ഉള്ളിൽ 2837 ഭർത്തൃമതികൾ ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ചു. അവരിൽ പലരും മക്കളെപ്പോലും ഉപേക്ഷിച്ചു. കാമുകന്മാരുടെ കൂടെ യാതൊന്നും നോക്കാതെ ഇറങ്ങിപ്പോയവരായിട്ടുണ്ട് എന്ന റിപ്പോർട്ട് വരുമ്പോൾ നാം ഞെട്ടേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഭാര്യയും ഭർത്താവും പരസ്പരം ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയില്ല എന്നതാണ്. ഓരോരുത്തരും അവരവരുടെ ആവശ്യം പൂർത്തിയാവണം, അപരൻ്റേത് എന്തായാലും കുഴപ്പമില്ല, ഞാൻ വിചാരിച്ച കാര്യങ്ങൾ നടക്കണം എന്നുള്ളൊരു വാശി, കാർക്കശ്യം എല്ലാം ഉണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെടാൻ കഴിയാതെ തെറ്റിപ്പിരിയേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ്. അതുപോലെ മനസ്സിൽ നല്ല സ്നേഹമുണ്ട്. ആണിന് പെണ്ണിനോടും പെണ്ണിന് ആണിനോടും വളരെ അധികം സ്നേഹവും ഇഷ്ടവും ഉണ്ടെങ്കിലും പലരും അത് പ്രകടിപ്പിക്കുന്നിടത്ത് പരാജയപ്പെടാറുണ്ട്. എല്ലാ സ്നേഹവും അനുകമ്പയും ദയയുമെല്ലാം മനസ്സിലിട്ട് ലാളിച്ചാൽ പോരാ, അത് പുറത്തോട്ട് പ്രകടിപ്പിക്കുക തന്നെ വേണം. അതില്ലാതിരിക്കുമ്പോഴും സ്നേഹം ലഭിക്കാത്ത ഇടമെന്ന് കരുതി സ്നേഹം ലഭിക്കുന്ന തുരുത്ത് നോക്കി ഇണകൾ പോകും എന്ന കാര്യം നാം എല്ലാവരും ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഇനി ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാൽ ഭാര്യ ഭർത്താവിനോട് നിസ്സഹകരിക്കുന്ന ഒരു സ്വഭാവം കണ്ടു തുടങ്ങിയാൽ, അതിൻ്റെ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടാൽ ആ ഭാര്യയെ വളരെ നല്ല നിലയിൽ ഉപദേശിക്കുകയാണ് ഭർത്താവ് ആദ്യം ചെയ്യേണ്ടത്. അവിടെ വാക്കേറ്റമോ കലഹമോ കുഴപ്പമോ അടിപിടിയോ ഉണ്ടാക്കലല്ല, നല്ല നിലയിൽ അവളോട് ഉപദേശിക്കുക. അത് ഭർത്താവ് ചെയ്യണമെന്ന് മാത്രമല്ല, മതപരമായി അത് അല്ലാഹുവിൽ നിന്ന് കൂലി കിട്ടുന്ന സുന്നത്തായ പ്രവർത്തനം കൂടിയാണ്. അവൾ എത്ര ഉപദേശിച്ചിട്ടും ഇത് ഒരു വട്ടം ഉപദേശിച്ച് മതിയാക്കുകയും ചെയ്യരുത്. അവൾ ശരിയാകുന്നത് വരെയുള്ള, അല്ലെങ്കിൽ ശരിയാകുമെന്ന പ്രതീക്ഷ നഷ്ടപ്പെടുന്നത് വരെ അവളെ ഉപദേശിച്ചു കൊണ്ടിരിക്കണം. ആ ഉപദേശത്തിലൊന്നും അവൾ വഴങ്ങുന്നില്ല, നിസ്സഹകരണം തന്നെയാണ് അവളുടെ കാര്യമെങ്കിൽ പിന്നെ കിടപ്പറ വെടിയണം.
കിടപ്പറ വെടിയുക എന്നതൊരു മാനസികമായ സമ്മർദ്ദം ഉണ്ടാക്കലാണ്. ഭർത്താവിനോട് എന്തെങ്കിലും ഒരു ഇഷ്ടവും സ്നേഹവും അതിൻ്റെ ഒരു അംശം ഒരു സ്ത്രീയുടെ മനസ്സിൽ ബാക്കിയിരിപ്പുണ്ടെങ്കിൽ കിടപ്പറയിലെ നിസ്സഹകരണം അവളെ നേരായ വഴിയിലേക്ക് എത്തിക്കുകയും ഭർത്താവിനോട് സഹകരിച്ച് നീങ്ങാനുള്ള തീരുമാനത്തിൽ അവൾ എത്തിച്ചേരുകയും ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ മനഃശാസ്ത്രം. ഇനി അതിലും അവൾ റെഡിയാവുന്നില്ല, അവൾ വീണ്ടും നിസ്സഹകരണത്തിൽ തന്നെയാണ് എന്നുണ്ടെങ്കിൽ അടയാളപ്പെടുത്താത്ത, മുറിപ്പെടുത്താത്ത ഒരു അടിച്ചിരിക്കണം. ഇവിടെ ഭാര്യയെ അടിക്കുക എന്ന് പറയുമ്പോൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. ഈയിടെ ഒരു ചങ്ങാതി ചാനലുകൾക്ക് മുന്നിൽ വന്നിട്ട് പറയുന്നത് കേട്ടു, ഇസ്ലാമിൽ ഭാര്യയെ അടിക്കാൻ പറയുന്നുണ്ട് എന്ന്. ഈ അടി ഏതടിയാണ്? എല്ലാവിധ അനുനയങ്ങളും കഴിഞ്ഞിട്ടും പ്രലോഭനങ്ങൾ നടത്തിയിട്ടും വഴിപ്പെടാത്തവളെ ജീവിതത്തിൽ നിന്ന് അറുത്ത് മാറ്റുന്നതിന് മുമ്പായി അവളോട് മനഃശാസ്ത്രപരമായ ചില സമീപനങ്ങൾ നടത്തിയിട്ടും റെഡിയാവുന്നില്ലെങ്കിൽ അവളെ അടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ അടി പക്ഷേ പ്രത്യേക നിബന്ധനയോടുകൂടെയുള്ള അടിയാണ്. മുഖത്തടിക്കാൻ പാടില്ല. അതുപോലെ മുറിപ്പെടുത്തുന്ന അടിയോ എത്രത്തോളം അടയാളമുണ്ടാക്കുന്ന അടി പോലും പാടില്ല. ആ ഭാര്യയുടെ ശരീരത്തിൽ അടിയുടെ പാടുകൾ പ്രത്യക്ഷപ്പെടാത്ത വിധം, മുറിവുകൾ ഉണ്ടാവാത്ത വിധം, അവളെ അപമാനിക്കാത്ത വിധം, അവളെ അടിച്ചെന്നുള്ള ഒരു അവളുടെ ഈ സ്വഭാവത്തിനോടൊരു താല്പര്യക്കുറവ്, ഈ സ്വഭാവം ശരിയല്ല എന്ന അതിലുള്ളൊരു പ്രതിഷേധം അറിയിക്കുന്ന രീതിയിലുള്ള ഒരു അടിയാണ് അടിച്ചോളാൻ പറഞ്ഞത്. അത് പറഞ്ഞിരിക്കുന്ന പണ്ഡിതന്മാർ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ അടിക്കാന്ന് പറയുമ്പോൾ അടയാളപ്പെടുത്തുന്നില്ല, വേദന വരുത്തുന്നില്ല, അപമാനിക്കുന്നില്ല. എങ്കിൽ പിന്നെ നിന്റെ ഈ ചെയ്തി എന്നെ മാനസികമായി വല്ലാതെ അലട്ടുന്നുണ്ട് എന്നതിലേക്കുള്ള ഒരു അറിയിപ്പിനും കൂടെയാണ് സ്നേഹനിധിയായിരുന്ന ഭർത്താവ് എന്നെ അടിച്ചല്ലോ എന്നൊരു ചിന്ത വന്നിട്ട് അവളുടെ മനസ്സ് മാറിക്കിട്ടാൻ വേണ്ടിയാണ് അത് ചെയ്യാൻ പറഞ്ഞത്. എന്നിട്ടും പണ്ഡിതന്മാർ പറഞ്ഞു, എന്നാൽ വൽ അഫ്വു ഔലാ, അടിക്കുകയല്ല മാപ്പ് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. വൽ അഫ്വു ഔലാ, അടിക്കാതെ തന്നെ ഉപദേശം കൊടുത്തിട്ട് മാപ്പ് കൊടുക്കുകയാണ് നല്ലത്. വൽ ഇക്തിഫാഉ ബിൽ വഅദ്, അവൾക്ക് ഉപദേശത്തിൽ മതിയാക്കലാണ് നല്ലത് എന്ന്. അപ്പോൾ അടിക്കണം എന്നല്ല നിയമം, അടിക്കാം എന്നാ പറഞ്ഞത്. അടിക്കണം എന്നല്ല, അടിക്കാം. അത് തന്നെ ഈ നിബന്ധനകളൊത്ത അടിയായിരിക്കുകയും വേണം. എന്നിട്ട് പറയുന്നു വല്ലാഹു ഔലാ, മാപ്പ് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. വൽ ഇക്തിഫാഉ ബിൽ വഅദ്, ഉപദേശത്തിന്മേൽ മതിയാക്കലുമാണ്. അപ്പോൾ വല്ല നിസ്സഹകരണത്തിന്റെയും അലോഹ്യത്തിന്റെയും ലക്ഷണം ഭാര്യയിൽ കണ്ടാൽ ഉപദേശിച്ച് നന്നാക്കുക. അതിൽ നന്നാകുന്നില്ലെങ്കിൽ പിന്നെ അടിക്കാനും കുത്താനും ഒന്നും പോകണ്ട. പിന്നീടുള്ള കാര്യങ്ങൾ എന്താണോ വേണ്ടതെങ്കിൽ അതിലേക്കുള്ള ശ്രദ്ധ തിരിക്കുകയാണ് പിന്നെ ചെയ്യാനുള്ളത്. അടിയും തൊഴിയും കുത്തുമൊക്കെ ഒഴിവാക്കുക. അവളെ അപമാനപ്പെടുത്തരുത്, അവളെ അടയാളപ്പെടുത്തരുത്, അവളെ മുറിപ്പെടുത്തരുത്. അങ്ങനെയുള്ള അസഹ്യമായ വേദനകളൊന്നും തന്നെ അവളുടെ ദേഹത്തിൽ വരുത്താൻ പാടില്ല. അവൾക്ക് ഭർത്താവുമായി പിരിയുക തന്നെയാണ് വേണ്ടത് എന്നാണെങ്കിൽ പിന്നെ ആ വഴിക്കുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. അതുപോലെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഭാര്യ പദവിയിൽ നമുക്ക് ഒരു പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞാൽ പരമാവധി ദിവസങ്ങൾ രാത്രി അവളുടെ കൂടെ തന്നെ താമസിക്കാനും അവളുമായി സ്നേഹം പങ്കിടാനും ശ്രദ്ധിക്കണം. കൂടെയുള്ള രാപ്പാർക്കുന്നത്, കൂടെയുള്ള അന്തിയുറക്കവും അതുപോലെ സ്നേഹം പങ്കിടലുമൊക്കെ ഉപേക്ഷിക്കാതിരിക്കൽ
അത് മുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് പ്രത്യേകം പ്രതിഫലാർഹമായ സുന്നത്തായ കാര്യമാണ് എന്നുകൂടെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അതിനാൽ കഴിയുന്നവർ പരമാവധി എല്ലാ ദിവസവും രാത്രിയാകുമ്പോഴേക്ക് കൂടണയണം, ഭാര്യയുമായി ഒരുമിച്ച് കിടന്നുറങ്ങണം, അവളുമായിട്ട് സ്നേഹം പങ്കുവെക്കണം. അതിലൊരു മുടക്കവും വരുത്താതിരിക്കൽ പ്രത്യേക സുന്നത്താണ്.